അടുത്തത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. കോമ്പോസിഷൻ പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ഫംഗ്ഷൻ വേണം. ഇവിടെ എഫും ജിയുമാണ് എൻ്റെ രണ്ട് ഫംഗ്ഷൻ. എഫ് സെറ്റ് 1 3 4 നിന്ന് 1 2 5 ജി എന്ന് പറയുന്നത് 1 2 5 നിന്ന് 1 3 അപ്പോൾ എഫിൻ്റെ രണ്ടാമത്തെ സെറ്റും ജിയുടെ ആദ്യത്തെ സെറ്റും സെയിം ആണ്. ആ രീതിയിൽ വന്നാൽ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എഫ് എന്താണ് ഫംഗ്ഷൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ജി എന്താണ് ഫംഗ്ഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ വെച്ച് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എഫ് മാപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ജി മാപ്പ് ചെയ്യും. എഫ് എന്ന് പറയുന്നത് സെറ്റ് 1 3 4 നിന്ന് 1 2 5 അപ്പോൾ 1 3 4 നിന്ന് 1 2 5 ആരോ ഡയഗ്രം ആദ്യം വരയ്ക്കും. 1 മാപ്പ് ചെയ്യുന്നത് 2 3 മാപ്പ് ചെയ്യുന്നത് 5 4 മാപ്പ് ചെയ്യുന്നത് 1 ഇനി നമ്മൾ ജി 1 2 5 നിന്ന് 1 3 അപ്പോൾ 1 2 5 നിന്ന് 1 3 ജി മാപ്പ് ചെയ്യും. ജി 1 പോകുന്നത് 3 1 പോകുന്നത് 3 2 പോകുന്നത് 3 അതുപോലെ 5 പോകുന്നത് 1 അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് വരുന്നത് ഫസ്റ്റ് സെറ്റിൽ നിന്ന് ലാസ്റ്റ് സെറ്റിലേക്കായിരിക്കും. ഇനി ഫസ്റ്റ് സെറ്റിൽ നിന്ന് ലാസ്റ്റ് സെറ്റിലേക്കാണ് ജി കോമ്പോസിഷൻ എഫ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഇമേജസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ വരുന്നത് 1 3 4 ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ഈ 3 നമ്പേഴ്സാണ് ഇമേജസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നതിന് ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് എഴുതാൻ പറ്റും. ഇനി എഫ് ഓഫ് 1 എന്താ, 1 എഫിൽ തരുന്ന ഇമേജ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 എഴുതാൻ പറ്റും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ, ജി ഓഫ് 2 ആകും. ഇനി ജി ഓഫ് 2 എന്ന് പറയുന്നത് എന്താ, 2ൻ്റെ ജിയിലുള്ള ഇമേജ്, 2ൻ്റെ ജിയിലുള്ള ഇമേജ് ഇസ് 3. അപ്പോൾ 3 എന്ന് കിട്ടി. ഈ രീതിയിലാണ് നമ്മൾ ബാക്കിയുള്ള ഇമേജസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് 3 വരും. എഫ് ഓഫ് 3 എന്താ, 3 എഫിൻ്റെ ഇമേജ്, 3ൽ എഫിൻ്റെ ഇമേജ് 5. അപ്പോൾ ഇവിടെ 5 വരും. അപ്പോൾ ജി ഓഫ് 5 എന്നായി. ഇനി ജി ഓഫ് 5 എന്ന് പറയുന്നത് എന്താ, 5 ജിയിൽ വരുന്ന ഇമേജ് എന്താണ്, അപ്പോൾ 5ൽ ജിയിൽ വരുന്ന ഇമേജ് ഇസ് 1. അപ്പോൾ ജി ഓഫ് 5 ഇസ് ഈക്വൽ ടു 1. അതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് 4 ആണ്. എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 1 വരും. ജി ഓഫ് 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 മാപ്പ് ചെയ്യുന്നത് 3, 3 മാപ്പ് ചെയ്യുന്നത് 1, 4 മാപ്പ് ചെയ്യുന്നത് 3. ആ റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. 1 മാപ്പ് ചെയ്യുന്നത് 3, 3 മാപ്പ് ചെയ്യുന്നത് 1, 4 മാപ്പ് ചെയ്യുന്നത് 3. ഇനി നമുക്ക് ഒറ്റ ഇതിൽ പറയുവാണെങ്കിൽ ഇവിടെ 1 3 4 ആണ്, 1 3 4. അപ്പോൾ 1 മാപ്പ് ചെയ്യുന്നത് 2ലേക്ക്, 2ൽ നിന്ന് പോകുന്നത് 3. അപ്പോൾ 1ൽ നിന്ന് പോകുന്നത് 3ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ എലമെൻറ്റ് 3 മാപ്പ് ചെയ്യുന്നത് 5ലേക്ക്, 5ൽ നിന്ന് പോകുന്നത് 1. അപ്പോൾ 3ൽ നിന്ന് 1ലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൻ പറ്റും. അതുപോലെ 4 മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്, 1 മാപ്പ് ചെയ്യുന്നത് 3ലേക്ക്. അപ്പോൾ 4ൽ നിന്ന് 3ലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതാണ് ആരോ ഡയഗ്രം വെച്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് അല്ലാതെ പ്രോബ്ലംസിൻ്റെ അകത്ത് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ജി കോമ്പോസിഷൻ എഫ്, ഇത് എഫ് കോമ്പോസിഷൻ ജി. ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിനെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമുക്കറിയാം ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 8x³ ആണ്. അപ്പോൾ 8x³ എന്നൊരു സ്ഥാനത്ത് കൊടുത്തു. അപ്പോൾ ജി ഓഫ് 8x³ എന്ന് വരും, ജി ഓഫ് 8x³ എന്ന് വരും. ഇനി ജി ഓഫ് എക്സ് x⁻⁴ ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണോ വരുന്നത് അത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 8x³ ആണ് വരുന്നത്. അപ്പം ഈ എക്സിൻ്റെ സ്ഥാനത്ത് 8x³ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, 8x³ എന്ന് വരും. ഇനി 1/3 സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പം 8⁻⁴ 2 എന്നും ആവും, x³ എക്സ് എന്നും ആവും. ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് വരും. ജി ഓഫ് എക്സ് എന്താ, x⁻⁴ ആണ്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് x⁻⁴ കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് x⁻⁴ എന്ന് വരും.
ഇനി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. x(1/3) എഫ് ഓഫ് എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ് വന്നു. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് അതനുസരിച്ച് ഇവിടെ മാറ്റം വരും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് x(1/3) ആണ്. x(1/3) വരുമ്പോൾ ഇവിടെ x(1/3) വരും. അപ്പോൾ 8x(1/3) ഇത് ഹോൾ ക്യൂബ് എന്ന് വരും. 3 അകത്തേക്ക് പോകുമ്പം 8x എന്നാവും. ഇതാണ് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് 6ൽ നിന്ന് 6ലേക്കുള്ള ഫംഗ്ഷനാണ്. ജിയും 6ൽ നിന്ന് 6ലേക്കുള്ള ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് 2x+1 ആണെന്നും ജി ഓഫ് എക്സ് x² ആണെന്നും തന്നിട്ടുണ്ട്. ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി. ഈ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജി ബ്രാക്കറ്റിൽ എഫ് ബ്രാക്കറ്റിൽ എക്സ് അങ്ങനെയാണ്. ഇനി എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് 2x+1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2x+1 കൊടുക്കും. അപ്പോൾ ജി ഓഫ് 2x+1 എന്ന് വരും. അതാണ് ഈ സ്റ്റെപ്പ്. ഇനിയും ജി ഓഫ് എക്സ് x² അപ്പോൾ ഇവിടെ എന്ത് വരുന്നോ അതിവിടെ കൊടുക്കണം. ഇവിടെ എന്താ വരുന്നത്? 2x+1 ആണ് വരുന്നത്. അപ്പം ഇവിടെ 2x+1 വരുമ്പം ഇവിടെയും 2x+1 കൊടുക്കണം. അപ്പോൾ 2x+1 ദ ഹോൾ സ്ക്വയർ എന്ന് ആവും. ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ബ്രാക്കറ്റിൽ ജി ഓഫ് എക്സ് എന്ന് വരും. ഇവിടെ ആദ്യം നമ്മൾ ജി ഓഫ് എക്സ് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിൽ കൊടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് എന്ത് വരും? ജി ഓഫ് എക്സ് x² ആണ്. ജി ഓഫ് എക്സ് x² ആണ്. അപ്പോൾ ഈ ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ x² എന്ന് കൊടുക്കുമ്പം എഫ് ഓഫ് x² എന്ന് വരും. എഫ് ഓഫ് x² എന്ന് വരും. ഇനിയും എഫ് ഓഫ് എക്സ് 2x+1 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു അതിവിടെ കൊടുക്കണം. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ x² വരുന്നത്. അപ്പം ഇവിടെയും x² കൊടുക്കണം. അപ്പോൾ എഫ് ഓഫ് x² = 2x²+1 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ എഫ് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ബൈ എഫ് ഓഫ് എക്സ് = cos x ആൻഡ് ജി ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ബൈ ജി ഓഫ് എക്സ് = 3x² തന്നിട്ടുണ്ട്. ഇവിടെ ഷോ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. തൊട്ടുമുമ്പത്തെ കേസിലെല്ലാം ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും രണ്ടായിരുന്നു. ഇവിടെ അത് നോട്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് വരും. എഫ് ഓഫ് എക്സ് എന്താ? cos x. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് cos x വരുമ്പോൾ ജി ബ്രാക്കറ്റിൽ cos x എന്ന് വരും. ജി ബ്രാക്കറ്റിൽ cos x എന്ന് വരും. ഇനിയും ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണോ വരുന്നത് അതിവിടെ വരും. ഇവിടെ എന്താണ് വരുന്നത് അതിവിടെ വരും. അപ്പം ഇവിടെ ജി എക്സിൻ്റെ സ്ഥലത്ത് cos x വരുന്നത്. അപ്പോൾ ഇവിടെ cos x വരും, ഇവിടെയും cos x വരണം. അപ്പോൾ 3 cos² x അല്ലെങ്കിൽ cos x ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആകുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ ജി ഓഫ് എക്സ് എന്താ ഇവിടെ? 3x² ആണ്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 3x² എന്ന് കൊടുക്കുമ്പോൾ എഫ് ഓഫ് 3x² എന്ന് വരും. അതാണ് എഫ് ഓഫ് 3x². ഇനി എഫിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണോ അതാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ എഫിൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 3x² അപ്പോൾ 3x² ഇവിടെ വരുമ്പം ഇവിടെയും 3x² വരണം. അപ്പം എഫ് ഓഫ് 3x² എന്താവും? cos 3x² ആവും. അപ്പം ഇവിടെ നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സും ഈക്വൽ അല്ല എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കാണും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആ വരുന്നതിൻ്റെ അകത്ത് ജിയുടെ ഇമേജ് കണ്ടുപിടിക്കാം. ഇവിടെയാണെങ്കിൽ ജി ഓഫ് എക്സ് ആദ്യം എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ കാണും. അതിട്ട് കൊടുക്കുക. ആ വേരിയബിളിൽ എഫിൻ്റെ ഫംഗ്ഷൻ എന്താണ് വരുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഉള്ളിലുള്ളതിന് ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് പിന്നെ അത് വെച്ചുകൊണ്ട് മറ്റേ ഫംഗ്ഷൻ്റെ വിലകൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻവേർട്ടബിൾ ഫങ്ഷൻസ്. ചില വർഷങ്ങളിൽ ഇൻവേർട്ടബിൾ ഫങ്ഷൻസ് എന്ന് മാത്രമേ ചോദ്യം ചോദിക്കാറുള്ളൂ. കാരണം ഇതിനകത്ത് 1, 1, 1, 2 ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഒരു ഫംഗ്ഷൻ എഫിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഫംഗ്ഷൻ 1, 1, 1, 2 ആകുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
F from R to R given by f of x is equal to 4x plus 3. Show that f is invertible. Find the inverse of x. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇൻവേർട്ടിബിൾ ആണോ എന്ന് കാണിക്കുക, ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇൻവേർട്ടിബിൾ ആണ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 1 1 2 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. 1 1 1 2 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് എഴുതാൻ പറ്റും. നമുക്കറിയാം 1 1 ആണെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ? സപ്പോസ് എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4x1 + 3 ഇസ് ഈക്വൽ ടു 4x2 + 3. അപ്പോൾ 4x1 ഇസ് ഈക്വൽ ടു 4x2 എന്ന് വരും, x1 ഇസ് ഈക്വൽ ടു x2 എന്ന് വരും, f ഈസ് 1 1 എന്ന് കിട്ടും. ഇനി ഓൺ ടു ആണെന്ന് കാണിക്കാൻ സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y, 4x + 3 is equal to y, 4x is equal to y minus 3, x is equal to y minus 3/4. ഇനി ഈ റിയൽ നമ്പറിൽ നിന്ന് ഞാൻ ഏതൊരു എലിമെൻറ്റ് വൈക്ക് കൊടുത്താലും ആ നമ്പർ -3/4 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഏത് വൈക്കും നമുക്ക് ഒരു പ്രീഇമേജ് റിയൽ നമ്പറായിട്ട് കിട്ടും. For every y belongs to R, there exists an x belongs to R such that f of x is equal to f of x and y minus 3/4 ആണ്, which is equal to f of x is equal to എന്താണോ f of xൻ്റെ സ്ഥാനത്ത് എന്താണോ വരുന്നത് അതിവിടെ കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് എന്താ? y minus 3/4. അത് ഇവിടെ 4ൻ്റെ കൂടെ കൊടുക്കണം. അപ്പോൾ 4 × y minus 3/4. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണോ വരുന്നത് അത് 4ൻ്റെ കൂടെ കൊടുക്കണം. അപ്പോൾ 4 × y minus 3/4 + 3 എന്ന് വരും. 4 × 4 ക്യാൻസൽ ആവും. y minus 3 + 3 is equal to y എന്ന് കിട്ടും. Therefore f is on to ആണെന്ന് പറയാൻ പറ്റും. ഇനി 1 1 on to നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. 1 1 on to ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം റിവേഴ്സ് ഫംഗ്ഷൻ ഇതാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ ഈ റിവേഴ്സ് ഫംഗ്ഷനാണ് ഇത് എന്ന് ഇടയ്ക്ക് എവിടെയോ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഓൺ ടുവിൻ്റെ സ്റ്റെപ്പിൽ കിട്ടുന്ന എക്സിൻ്റെ വിലയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന വില ഉണ്ടല്ലോ, ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യുന്ന വില ഉണ്ടല്ലോ, ആ ഫംഗ്ഷനാണ് റിവേഴ്സ് ഫംഗ്ഷൻ. ഇതാണ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്ര എഴുതിയാൽ മതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതും, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് തന്നെ ഇങ്ങോട്ട് എഴുതും, പക്ഷേ വൈയുടെ സ്ഥാനത്ത് എക്സ് എന്ന് മാറ്റി എഴുതും. അത്രയുള്ള വ്യത്യാസം. നമ്മൾ ചെയ്യുന്നത് ഓൺ ടുവിൻ്റെ ചെയ്യുമ്പം അവിടെ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന കിട്ടുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കൊടുക്കും. റിവേഴ്സ് ഫംഗ്ഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കൊടുക്കും. എന്നിട്ട് ഈ വൈനെ മാറ്റി എക്സിലാക്കി കൊടുക്കും. ഇപ്പോൾ എക്സ് minus 3/4 ആണ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ 1 1 on 2 ആണെന്ന് ചെക്ക് ചെയ്യുക. ഓൺ ടുവിൻ്റെ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു വരുന്നത് എന്താണോ അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഫ്രം എ r minus 3 to b r minus 1. അപ്പോൾ ഇവിടെ നമുക്ക് 3യും 1 അത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റിയൽ നമ്പർ എന്നുള്ളത് അങ്ങ് ചിന്തിച്ചാൽ മതി. റിയൽ നമ്പറിൽ നിന്ന് 3 കളഞ്ഞതാണ് ഈ സെറ്റ്, റിയൽ നമ്പറിൽ നിന്ന് 1 കളഞ്ഞതാണ് ഈ സെറ്റ്. അപ്പോൾ റിയൽ നമ്പർ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് പോവാം. എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് minus 2/x minus 3. ഈസ് എഫ് ഇൻവേർട്ടിബിൾ? ഫൈൻഡ് ദി ഇൻവേഴ്സ്. ഇൻവേർട്ടിബിൾ ആണോ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എടുക്കും സപ്പോസ് എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അപ്പം x1 minus 2/x1 minus 3 is equal to x2 minus 2/x2 minus 3. ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നമുക്ക് x1 is equal to x2ലേക്ക് എത്തണം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x1 minus 2 into x2 minus 3 is equal to x1 minus 1 into x2 minus 2 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇതിങ്ങനെ കിടന്നിട്ടും കാര്യമില്ല, നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. x1 x2 minus 3x1 minus 2x2 plus 6 is equal to, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x1 x2 minus 2x1 minus 3x2 plus 6 എന്ന് വരും. ഇനിയും x1 x2 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യും, 6 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് minus 3x1 ഈ minus 2x1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി 3x2 എന്നിട്ട് ഈ minus 2x2 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. x1 എല്ലാം അപ്പുറത്തെ സൈഡിൽ, x2 എല്ലാം അപ്പുറത്തെ സൈഡിൽ ആക്കി. ഇവിടെ minus x1 is equal to minus x2 എന്ന് കിട്ടും, x1 is equal to x2 എന്ന് കിട്ടും. f is 1 ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഓൺ ടു ആണെന്ന് കാണിക്കാൻ സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്നെടുത്തു. ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ x minus 2/x minus 3 is equal to y എന്ന് എഴുതാം.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം, ഒന്നില്ലെങ്കിൽ 1 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ x - 2 × 1 x - 2 തന്നെ ഇസ് ഈക്വൽ ടു x - 3 × y എന്ന് വരും. അപ്പോൾ x - 2 ഇസ് ഈക്വൽ ടു y അകത്തേക്ക് കൊടുക്കുമ്പം yx - 3y എന്ന് വരും. ഇനി നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്കല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എക്സ് ഉള്ള ടേംസിനെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരും, ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ YX-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, -2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഇനി രണ്ട് ടേമിനും എക്സിനെ കോമൺ എടുക്കുമ്പോൾ x × 1 - y എന്ന് വരും, ഇസ് ഈക്വൽ ടു -3y + 2 എന്ന് വരും. അവിടെ നിന്ന് x ഇസ് ഈക്വൽ ടു 1 - y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -3y + 2/1 - y എന്ന് വരും. വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ x ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 2 - 3y / 1 - y എന്ന് വരും. ഇനി നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം, ഇവിടെ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഏത് റിയൽ നമ്പർ വൈക്ക് എടുത്താലും 2 - 3 × ആ നമ്പർ ഒരു ക്വാണ്ടിറ്റി കിട്ടും, ഡിവൈഡഡ് ബൈ 1 - ആ നമ്പർ ഒരു ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതൊരു ഫ്രാക്ഷനായിട്ടാണ് വരുന്നത്, എന്താണെങ്കിലും ഇതൊരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കൊടുക്കുക, r - set 1 to r - set 3 എന്നായിരുന്നു. എഴുതുമ്പം ഡൊമൈൻ എന്നുള്ളത് തന്നെ വേണം ഇവിടെ എഴുതാനായിട്ട്. ഇനി ഇപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, ഫോർ എവരി y belongs to codomain r - 3 there exists an x belongs to domain such that f of x is equal to f of x-ൻ്റെ സ്ഥാനത്ത് ആരാണ് വരുന്നത്, ഇതാണ് വരുന്നത്, അത് കൊടുത്തു. ഇനി നമ്മുടെ ഫങ്ഷൻ x - 2/x - 3 ആയിരുന്നു, f of x is equal to, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇതാണ് വരുന്നത്, അപ്പോൾ അത് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2ൻ്റെ താഴെ ഒന്നുമില്ല, അപ്പോൾ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യും, 3യുടെ താഴെ ഒന്നുമില്ല, 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, താഴെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2 - 3y × 1 2 - 3y 1 - 5 × -2 -2 × 1 - 5 ഡിവൈഡഡ് ബൈ 1 - 5 × 1 1 - 5 ഡിവൈഡഡ് ബൈ ഇവിടെയും ഇത് ഇൻറ്റു ഇത് 2 - 3y 1 - 5 × -3 -3 × 1 - 5 ഡിവൈഡഡ് ബൈ 1 - 5 × 1 1 - 5 വന്നു. ഇനിയും ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ അത് ക്യാൻസലാക്കി നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ 1 - 5 1 - 5 പോയി. ഇനി 2 - 3y -2 അകത്തേക്ക് പോകുമ്പോൾ -2 + y + 2y എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 - 3y -3 + y എന്ന് വരും. ഇനി 2 - 2 ഇവിടെ 0 ആയിപ്പോയി, -3y + 2y -5 വന്നു, -3y + 3y കൂടെ പോയി, 2 - 3 -1 വന്നു, മൈനസ് മൈനസോടെ പ്ലസ് ആകുമ്പോൾ y എന്ന് വരും. ഇനി ഫോർ എവരി y belongs to r - set 3 there exists an x belongs to r - set 1 such that f of x is equal to y എന്ന് കിട്ടി. therefore f is onto. അപ്പോൾ f 11 ആണെന്നും പ്രൂവ് ചെയ്തു, f onto ആണെന്നും പ്രൂവ് ചെയ്തു. onto ആണെന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ റിവേഴ്സ് ഫംഗ്ഷൻ. ഈ റിവേഴ്സ് ഫംഗ്ഷനാണ് ഇൻവേഴ്സ്. എക്സിൻ്റെ സ്ഥാനത്ത് f ഇൻവേഴ്സ് ഓഫ് x എന്നും വൈയുടെ സ്ഥാനത്ത് x എന്നും കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. എക്സിൻ്റെ സ്ഥാനത്ത് ontoയിൽ x is equal to എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് f ഇൻവേഴ്സ് ഓഫ് x എന്നും വൈയുടെ സ്ഥാനത്ത് x എന്നും കൊണ്ടുവന്നാൽ മതി. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇനിയും NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പ്രോബ്ലംസ് എല്ലാം കവറായിട്ടുണ്ട്. താങ്ക് യു.